ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 13. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിക്വിഡിറ്റിയെക്കുറിച്ചും ലിക്വിഡിറ്റി ഏരിയാസിനെ കുറിച്ചുമാണ്. എന്താണ് ലിക്വിഡിറ്റി അറിയാത്തവർക്ക് ലാർജ് കൈൻഡ് ഓഫ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ് ലിക്വിഡിറ്റി ലെവൽസ്. ടെക്നിക്കൽ ചാർട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ലിക്വിഡിറ്റി എവിടെയാണെന്ന് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലിക്വിഡിറ്റി ആകാനും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി മനസ്സിലാക്കാനും ലിക്വിഡിറ്റി ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യാനും നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ലിക്വിഡിറ്റി എന്താണെന്ന് വീഡിയോസിലേക്ക് പോയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. മാർക്കറ്റിൽ ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ആയിരിക്കും പ്രൈസ് എപ്പോഴും മൂവ്മെന്റ് ചെയ്യുന്നുണ്ടാകുക. എന്തിനാണ് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആകുന്നതെന്ന് നമുക്ക് നോക്കാം. ലാർജ് ഓർഡേഴ്സ് മാർക്കറ്റിൽ പ്ലേസ് ചെയ്യാനും ഒരു പൊസിഷൻ ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊരു എക്സാമ്പിളിലോട്ട് മനസ്സിലാക്കാം. ഇപ്പം എക്സാമ്പിളായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു 1 lakh ഷെയർസ് സെല് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇങ്ങനെ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് അവർക്ക് ബൈ ഓർഡേഴ്സ് ആവശ്യമാണ്. ഇങ്ങനെയുള്ള ബൈ ഓർഡേഴ്സ് അവർ ഡയറക്റ്റ് പോയിട്ട് മാർക്കറ്റിൽ 1 ലക്ഷം ക്വാണ്ടിറ്റി പ്ലേസിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബയേഴ്സിന് കിട്ടുമോ? ഇല്ല. കാരണം വെച്ചാൽ അത്രയും മാർക്കറ്റിൽ ഓർഡേഴ്സ് ആ പെർട്ടിക്കുലർ ലെവൽ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരൊരു സെർട്ടൈൻ ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ബ്രേക്ക് ഔട്ട് സിനാരിയോ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? റീറ്റെയിലേഴ്സ് മാർക്കറ്റിലേക്ക് എൻ്റർ ആവുന്നു, ആ ബ്രേക്ക് ഔട്ടിൽ എൻ്റർ ചെയ്യുന്നു, താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. ഇങ്ങനെയുള്ള സിനാരിയോയിൽ ബൈ ഓർഡേഴ്സ് അവർ ബ്രേക്ക് ഔട്ടിൽ എടുക്കുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ സെൽ ഓർഡേഴ്സ് ഫില്ല് ചെയ്യും, അവിടെ ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ സമയത്ത് ലാർജ് ഓർഡേഴ്സ് അവിടെ വരുന്നതുകൊണ്ട് തന്നെ അവരുടെ സെൽ ഓർഡേഴ്സ് ഫില്ലാകുകയും അതിനുശേഷം മാർക്കറ്റ് റിവേഴ്സ് ആകുകയും സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് ഫർദർ മൂവ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേറ്റ് ആകുന്നതും മാർക്കറ്റിലൊരു മൂവ്മെന്റ് ക്രിയേറ്റ് ആകുന്നതും. മാർക്കറ്റിൽ എപ്പോഴും ഒരു ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ആയിരിക്കും മൂവ്മെന്റ് വരുന്നുണ്ടാകുക. മാർക്കറ്റിൽ ലിക്വിഡിറ്റി പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റീറ്റെയിലേഴ്സ് എൻ്റർ ചെയ്യുന്ന ഏരിയാസും റീറ്റെയിലേഴ്സ് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഏരിയാസും ഫൈൻഡ് ചെയ്താൽ മതി. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഒരു ബ്രേക്ക് ഔട്ടിൽ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്രേക്ക് ഔട്ട് ഏരിയ ആയിരിക്കും ഒരു ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകുക. അതേപോലെ തന്നെ ഡൗൺ സൈഡിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഏരിയ അവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഏരിയാസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ലിക്വിഡിറ്റി ഏരിയാസ് മനസ്സിലാക്കാനും അത് ബേസ് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡ് ചെയ്യുന്ന പോലെ ട്രേഡ് ചെയ്യാനും നമുക്ക് പറ്റും. ഇങ്ങനെയുള്ള ലിക്വിഡിറ്റി പോയിന്റ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റീറ്റെയിലേഴ്സ് യൂസ് ചെയ്യുന്ന ചാർട്ട് പാറ്റേൺസ്, അതേപോലെ തന്നെ സ്വിംഗ് ലോസ്, സ്വിംഗ് ഹൈസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഇവയെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ചും ട്രെൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള ലെവൽസിലായിരിക്കും കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്ന സിനാരിയോയിലായിരിക്കും ഒരു റീറ്റെയിലേഴ്സ് എൻ്റർ ചെയ്യുന്നുണ്ടാകുക. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേ ചെയ്യുന്നുണ്ടാകുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാർട്ട് പാറ്റേൺസ് ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്യുന്നുണ്ടാകുക. ഇതിന് സെർട്ടൈൻ കൺഫർമേഷൻസും കാര്യങ്ങളും ഉണ്ട്. ഇത് അടുത്ത് വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ എങ്ങനെ ലിക്വിഡിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാം, അതേപോലെ തന്നെ ലിക്വിഡിറ്റി പോയിന്റ്സ് ഏതെല്ലാമാണെന്ന് നമ്മൾ നോക്കുന്നത്. നമുക്ക് കുറച്ച് ലിക്വിഡിറ്റി പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കാം. സ്വിംഗ് ഹൈസും സ്വിംഗ് ലോസും ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന 2 പോയിന്റ്സുകളാണ്. കൂടുതൽ ആൾക്കാരും സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്ന ഏരിയ ആണ് സ്വിംഗ് ഹൈയും സ്വിംഗ് ലോയും. എക്സാമ്പിൾ ആയിട്ട് ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും ബ്രേക്ക് ഔട്ടിൽ എൻ്റർ ചെയ്യും. അതിൻ്റെ മുകളിലുള്ള സ്വിംഗ് ഹൈൻ്റെ മുകളിൽ ഒരു സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാണ് ചെയ്യുക. ഇങ്ങനെയുള്ള സിനാരിയോ ഒരു അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം വരികയും അവരുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയിട്ട് വീണ്ടും ഡൗൺ സൈഡിലേക്ക് മൂവ്മെന്റ് വരികയാണ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ എങ്ങനെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആണെന്ന് നോക്കാം. ഒരു സ്വിംഗ് ഹൈയും സ്വിംഗ് ലോയും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 ലെവൽസും ലിക്വിഡിറ്റി ലെവൽസിലായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഒരു സ്വിംഗ് ഹൈ ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ചെറിയൊരു റിയാക്ഷൻ കിട്ടുന്നു. വീണ്ടും അവിടെ സെല്ലേഴ്സ് ആഡ് ആകുന്ന സമയത്ത് അപ്പ് സൈഡിലേക്ക് പോയിട്ട് അവിടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടാകുന്നു. ബയേഴ്സ് കാണുന്ന സമയത്ത് അവിടെ ബ്രേക്ക് ഔട്ട് സിനാരിയോ ആണ്. അഗ്രസീവ് ട്രേഡേഴ്സ് അവിടെ പോയിട്ട് ബൈ എടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ബൈ എടുത്തിട്ടുണ്ടാവും, സ്റ്റോപ്പ് ലോസ് ഹണ്ടായവരുണ്ടാവും. പക്ഷേ മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ആകുന്ന സമയത്ത് ബയേഴ്സിന് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു, പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നു. ഇങ്ങനെയാണ് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിൽ ബയേഴ്സിന് സെല്ലേഴ്സും സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ട് ഹണ്ടായിക്കൊണ്ട് പ്രൈസ് വീണ്ടും സെയിം ഡയറക്ഷൻ, അതായത് ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ടാകുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചാർട്ട് പാറ്റേൺസിൽ എവിടെയൊക്കെയാണ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആകുന്നതാണ്. നമ്മളൊരു ചാർട്ട് പാറ്റേണിൽ ട്രേഡ് എടുക്കുന്നത് ബ്രേക്ക് ഔട്ടിലായിരിക്കും. ഈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ഏരിയ ആയിരിക്കും ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകുക. ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് ട്രയാങ്കിൾ പാറ്റേൺസ് ആണ്.
ട്രയാങ്കിൾ പാറ്റേൺസിന്റെ ട്രെൻഡ് ലൈനിന്റെ മുകളിലും താഴെയായിട്ടായിരിക്കും ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ടാകുക. ഷോർട്ട് ചെയ്തവരും അതേപോലെ ബൈ ചെയ്തവരുടെയും സ്റ്റോപ്പ് ലോസ് ആയിരിക്കും അപ്പ് സൈഡിലും ഡൗൺ സൈഡിലും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ലിക്വിഡിറ്റി ഉള്ള ഏരിയാസ് ആയിരിക്കും ഈ ഏരിയാസ്. അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുന്ന സമയത്ത് റിവേഴ്സൽ വരാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ ഇങ്ങനെയുള്ള പാറ്റേൺസ് ട്രേഡ് ചെയ്യുന്ന സമയത്ത്, ചാർട്ട് പാറ്റേൺസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് ട്രേഡ് എടുക്കുക. കൺഫർമേഷനിലും റൂൾസും ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ ട്രേഡ് എടുക്കാൻ നോക്കുക. ഇങ്ങനെയുള്ള ചാർട്ട് പാറ്റേൺസ് ലോവർ ടൈം ഫ്രെയിമിൽ ക്രിയേറ്റ് ആകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചെറിയ അപ്സൈഡ് മൊമെന്റത്തിന് ശേഷം ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വീഡിയോയിൽ ലിക്വിഡിറ്റി എന്താണെന്നും ലിക്വിഡിറ്റി പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ലിക്വിഡിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റീറ്റെയിലേഴ്സ് ട്രേഡ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചാൽ മാത്രം മതി. ട്രെൻഡ് ലൈന്, സപ്പോർട്ട് റെസിസ്റ്റൻസ്, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോസ്, ചാർട്ട് പാറ്റേൺസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ICTന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ചെയ്യുന്നുണ്ടാകുക. വീഡിയോ സ്കിപ്പ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്